ഇന്ന് ഒരു ഉദ്ഘാടനത്തിന് പോയിരിക്കുകയാണ് ഞാനും കുഞ്ഞും കൂടെ രാവിലെ. അത് നമ്മളുടെ ഹസ്ബൻഡിൻ്റെ സ്വന്തക്കാരാണ് അവിടെ. അപ്പം ഞങ്ങൾക്കൊരു കടയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഞങ്ങൾ ഇവരെ വിളിച്ചിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് പോയി വിളിച്ചത്. അവർ പക്ഷേ വന്നില്ല. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്, കുറച്ച് പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. അത് അങ്ങനെ നിന്നോടട്ടെ. ഞാൻ പറയാൻ വരുന്നത് മറ്റൊന്നാണ്. അപ്പം അങ്ങനെ അവർ വന്നില്ല. പക്ഷേ അവിടുത്തെ ആൾ വന്ന് എന്നെ വിളിച്ചു, എന്നെയും കുഞ്ഞിനെയും വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. ഞങ്ങളെ സെപ്പറേറ്റ്, ഞങ്ങൾ മുകളിലായിരുന്നു, വിളിച്ചു. ഞങ്ങൾ താഴെ വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരണം എന്ന് പറഞ്ഞു. ഓക്കെ. ഞാൻ ആദ്യം ഇങ്ങനെ ചിന്തിച്ചു, നമ്മളെത്ര കാര്യമായിട്ട് വിളിച്ചിട്ട്, കാരണം ഞങ്ങളുടെ കടയും ഇവരുടെ വീടും തൊട്ടടുത്തടുത്താണ്, ഒരു മതിലിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പം നമ്മൾ പോയി വിളിച്ചിട്ട് വന്നില്ല. അതിന് അന്നത്തെ ഒരു പിണക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും വിളിച്ചു വന്നില്ല. ഇപ്പോൾ ആ പിണക്കമൊക്കെ മാറി തിരിച്ച് നമ്മളെ വിളിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില വ്യക്തികൾ, ചില മനസ്സുകൾ ഞാൻ വിളിച്ചിട്ട് വന്നില്ല, അതുകൊണ്ട് ഞാൻ പോത്തില്ല. ചിലരുണ്ട്, ചില പ്രായമായ ആളുകളുണ്ട്. ഇതൊക്കെ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മോളുടെ കുഞ്ഞിനെ കാണാൻ അവരാരും വന്നില്ല, അതുകൊണ്ട് അവരുടെ വീട്ടിലെ കുഞ്ഞിനെ കാണാൻ ഞാനും പോത്തില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം ചിലരങ്ങനെയാണ്, എൻ്റെ മോളുടെ കല്യാണത്തിന് വന്നില്ല, അതുകൊണ്ട് അവരുടെ മോളുടെ കല്യാണത്തിന് വിളിച്ച് ഞാൻ പോത്തുമില്ല. അങ്ങനെ ഒരു പാല വിട്ട ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടുള്ളൂ ഈ ഒരു മനസ്സ്. നമ്മൾ ഉദാഹരണത്തിന് പറയാറുണ്ട്, ഒരു പാല വിട്ടാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഞാനിന്ന് അങ്ങനെ ചിന്തിക്കുകയായിരുന്നുവെങ്കിൽ അതൊരു മോശം തീരുമാനമായിരിക്കും എന്നെനിക്ക് തോന്നി. അപ്പം ഞങ്ങൾ പോയിട്ടൊക്കെ വന്നതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞ, അമ്മ ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ പോയില്ലേ? ഞാൻ പറഞ്ഞു, പോയി. പോകണം, അങ്ങനെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു, ഈ അമ്മ ഒറ്റ ഒരുത്തിയാണ് എനിക്കും അവന് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ അമ്മ ഞങ്ങളോട് പറയാം, നമ്മളോട് എങ്ങനെ കാണിച്ചാലും നമ്മൾ ഓക്കെ വെക്കുക, തിരിച്ച് നമ്മളങ്ങനെ കാണിക്കാൻ പാടില്ല. അമ്മ വലിയൊരു ഉപദേശം തന്നിരിക്കുക ഞങ്ങൾക്ക്, നമ്മളോട് ആരെന്ത് വേണേലും കാണിച്ചിട്ട്, പക്ഷെ നമ്മൾ തിരിച്ച് അങ്ങനെ കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചാൽ പിന്നെ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ഇങ്ങനെ പഠിപ്പിച്ച് തന്ന ഒരമ്മയാണ് എനിക്ക് എൻ്റെ അനിയനുള്ളത്. അപ്പോൾ ഇന്ന് ഞാനത് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഉദ്ഘാടനത്തിന് പോയില്ല. അപ്പോൾ പോയെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. അങ്ങനെ വേണം. ഞാൻ പറഞ്ഞ, അമ്മ ഇങ്ങനെയൊക്കെ ഓരോന്ന് പഠിപ്പിച്ച് തന്നിട്ടാണ് നിനക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ പോയതുകൊണ്ട്? എൻ്റെ അടുക്ക ചോദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞേ, നഷ്ടമോ? ഒരു വല്ലാത്തൊരു ചോദ്യമാണ്. നഷ്ടം എന്ന് പറയുന്നതിലില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ നമ്മൾ വിളിച്ചിട്ട് വന്നില്ലല്ലോ എന്നൊരു ചോദ്യം നിൽക്കും. അപ്പം ഇങ്ങനെ ഒരു മനസ്സുണ്ട് നമുക്ക് എല്ലാവർക്കും, എല്ലാവരുടെയും ഉള്ളിലുണ്ടത്. പക്ഷെ അതിനെ കടത്തി വെട്ടിക്കൊണ്ട് ചിന്തിക്കും. ഇത് ഞാൻ എൻ്റെ ഒരു ചെറിയ കാര്യം, ഇതിനപ്പുറം ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതായത് നമ്മളോട് എന്ത് കാണിച്ചാലും നമ്മൾ ആ രീതിയിൽ അവരോട് പെരുമാറരുത് എന്ന് കരുതുന്ന കുറച്ച് ആളുകളുണ്ട്. ചിലരുണ്ട്, നമ്മൾ എത്ര ഫോൺ ചെയ്താലും അവരെടുക്കത്തില്ല. പക്ഷേ അവരൊറ്റ ഒരു കോൾ ഇങ്ങോട്ട് ചെയ്ത് നമ്മളെടുക്കാൻ പറ്റില്ല, നമ്മൾ തിരിച്ച് വിളിക്കും, തിരക്ക്, അല്ലെങ്കിൽ വീട്ടിൽ പോയാലും തിരക്ക്. ഇങ്ങനെയൊക്കെ ഒരു മനസ്സുണ്ട്. അതൊക്കെ ഒരു പ്രത്യേകതര മനസ്സാണ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര ദ്രോഹിച്ചാലും നല്ല സോഫ്റ്റായിട്ട് ഇടപഴകുന്ന ആളുകളുണ്ട്. ചിലർക്ക് അത് മനസ്സിൽ വെച്ചിരിക്കും. അങ്ങനത്തെ ആളുകളുണ്ട്. ഇപ്പം നമ്മളോട് ഒരാൾ പറയുകയാണ്, വളരെ മോശമായി സംസാരിച്ചു. തിരിച്ച് സൗമ്യമായിട്ട് ശാന്തമായിട്ട് കാര്യം പറയുന്ന മനുഷ്യരുണ്ട്. എന്ത് ചെറിയ കാര്യമാണല്ലോ ഒച്ചയെടുത്ത് ബഹളം വെച്ച് എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഒരു കാര്യമില്ല, ഉള്ളി പൊളിക്കുന്നത് പോലെ കാര്യമുള്ളൂ. പക്ഷേ അവരതിനെ വലിയ എന്തോ കാര്യമൊക്കെ ചിത്രീകരിക്കും. ഇതൊക്കെയുണ്ട്. അപ്പം ഞാനിന്ന് ചിന്തിച്ച് നിങ്ങളോട് പറയണം, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവാം. ഞാൻ വിളിച്ചിട്ട് വന്നില്ല, തിരിച്ചതുകൊണ്ട് ഞാനും പോവില്ല. അപ്പം എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞത്, ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് അവർ ചിന്തിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ അവർ ചിന്തിക്കാനിരിക്കുമല്ലേ, ഒരു അരമണിക്കൂർ മാറിയിരുന്നിട്ട് എന്നാലും ഞങ്ങൾ അവരെ വിളിച്ചിട്ട് വന്നല്ലോ,
കൊച്ചിനെയും കൊണ്ട് ഇതുവരെ ഇവിടം വരെ വന്നല്ലോ, പക്ഷെ അവർ വിളിച്ചിട്ട് നമ്മൾ പോയില്ലല്ലോ എന്ന് അവരിരുന്ന് ചിന്തിക്കും എന്നാണ് എനിക്ക് അമ്മയോട് ഞാൻ ചോദിച്ചു. അങ്ങനെ ഇരുന്ന് അവർ ചിന്തിക്കുന്ന അമ്മയ്ക്ക് എന്താ ഉറപ്പ്? അത് ചിന്തിക്കുക, അവർ എപ്പോഴെങ്കിലും അവർ ചിന്തിക്കും അതിനെക്കുറിച്ച്. അപ്പോൾ അവർക്കൊരു നാണക്കേട് തോന്നും, അന്ന് പോകേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മ എല്ലാവരും ഒരുപോലെ ചിന്തിക്കത്തില്ല. അമ്മ ഓർക്കും അവരങ്ങനെ ചിന്തിക്കും, പിന്നീട് അവരത് ആവർത്തിക്കില്ല, എന്ത് കാര്യത്തിന് വിളിച്ചാലും വരും എന്നൊക്കെ ആയിരിക്കും അമ്മയുടെ മനസ്സിൽ തോന്നുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല അമ്മേ. ചില മനുഷ്യർ ഇതിൻ്റെ അപ്പുറം ചിന്തിക്കുന്നവരാണ്. അതായത് വിളിച്ച് എല്ലാവരെയും വിളിച്ചതുകൊണ്ട് അവരെയും വിളിച്ചതന്നേ ഉള്ളൂ, പിന്നെ വിളിച്ചില്ലെന്നുള്ള ഒരു പരാതി വേണ്ടല്ലോ, അതുകൊണ്ട് വിളിച്ചതാണ്. വരട്ടെ, ഞാൻ വിചാരിച്ചില്ല വരുമെന്ന്. ഏതായാലും വന്നല്ലോ, നമുക്ക് ഒന്നും നഷ്ടമൊന്നുമില്ല. എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരാളുകൂടെ, അത്രേ ഉള്ളൂ. പിന്നെ ഞാനൊന്നും അവിടെ നിന്നൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ അച്ഛനോട് ഉണ്ടായിരുന്നു, ഇവിടുത്തെ അച്ഛൻ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുത്തു. അവളത് കുടിച്ചു. ഞാനൊന്നും കഴിക്കാൻ നിന്നില്ല. ഞങ്ങളെപ്പോഴേക്കും പോകുന്നു, നല്ല വെയിലും ചൂടും ഉണ്ട്. ഈ കുടയൊക്കെ പിടിച്ച് ഇവളുമായിട്ട് തിരിച്ച് ഇവിടെ വന്ന് പിന്നെ ഫുഡൊക്കെ വെക്കണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം നിന്നിട്ട് ഇങ്ങ് പോരുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ കരുതുക, നമുക്ക് ചിലപ്പോഴെന്താണ് ഒരവസരം വരും. ഇതൊക്കെ ഒരവസരമാണ്. അതായത് നമുക്ക് നാളെ ഒരവസരം ഇതിലൊക്കെ കിട്ടും. ആ സമയത്ത് നമ്മളുടെ ഭാഗം സ്ട്രോങ് ആവണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു മനസ്സിരുത്തി ചിന്തിക്കുക. പെട്ടെന്ന് ആലോചിച്ചോ എടുത്തൊരു തീരുമാനമാവില്ല. ഞാൻ പോകുന്നില്ല എന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കില്ല. നമ്മളിങ്ങനെ ചിന്തിക്കണം, നമ്മൾ പോയാൽ എന്തൊക്കെ സംഭവിക്കും, പോയില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നന്നായിട്ട് ചിന്തിക്കുക. നമ്മൾ പോകാതിരുന്നിരുന്നെങ്കിൽ നാളെ ഇപ്പം ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, അപ്പോൾ ഹസ്ബൻഡ് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്, ഞാനായിട്ട് തന്നെ പോകണം എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പോയില്ലെങ്കിൽ അതിൻ്റെ കുറച്ചിൽ ഹസ്ബൻഡിനും കൂടെ ചേർത്തിട്ടേ വരത്തുള്ളൂ. ഒന്ന് വരാമായിരുന്നല്ലോ എന്ന്. അപ്പം നമ്മളെ ഒരു 100 കുറ്റങ്ങൾ അതിൽ നിന്ന് കണ്ടെത്താനുള്ള സാഹചര്യം അവർക്കുണ്ടാകും. അപ്പം നമ്മൾ ആ സാഹചര്യങ്ങളെയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ സാഹചര്യം ഉണ്ടാക്കണ്ട. അതും ഒരു ബുദ്ധിപരമായ തീരുമാനമാണ്. അവിടെ ഒരു തോൽവിയല്ല ഉണ്ടാകുന്നത്, അതൊരു ബുദ്ധിപരമായ തീരുമാനമാണ്. നിങ്ങൾക്ക് നാളെ ഒരു കാര്യത്തിൽ ഞാനങ്ങനെ പോയിരുന്നു, ഞാൻ വന്നില്ലേ എന്ന് ന്യായീകരിക്കാൻ നിങ്ങൾക്കുള്ളൊരു അവസരം കൂടിയായിരിക്കും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ. ഓക്കെ, മനസ്സിലായല്ലോ? ബുദ്ധിയുള്ള എല്ലാവർക്കും, ബുദ്ധിയില്ലാത്തവർ ആരുമില്ല, എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ.